ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യം CPM-ഉം LDF-ഉം മുസ്ലിം വിരുദ്ധരാണെന്ന് സ്ഥാപിക്കലാണ്. അതിനുവേണ്ടി ചില പ്രത്യേക സംഭവങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ കാര്യമുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിൽ ആളുകളെ വെടിവെച്ച് കൊന്നോ ഇല്ലയോ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ സംഭവത്തെ എടുത്തിട്ടല്ല പറയേണ്ടത്. ഒരു സംഭവത്തിൽ 6 മനുഷ്യരുടെ ജീവനാ പോയത്. ഒരു ഗവൺമെന്റിനെ കുറിച്ച് പരിശോധിക്കുമ്പോ ആണെന്ന് ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തെ ആകെ വിശദീകരിക്കാൻ ഞാനിപ്പോ ഒരുങ്ങുന്നില്ല. ഞാനൊരു കാര്യം പറയുന്നത്, കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തെ സംരക്ഷിക്കുന്നതിൽ മാറാട് കലാപത്തിന്റെ സാഹചര്യത്തെ ആകമാനം വിശദീകരിക്കുകയാണ്. മാറാട് കലാപത്തിന്റെ സാഹചര്യത്തെ ആകമാനം വിശദീകരിച്ച് 2002 തോണ്ടിയെടുത്തുകൊണ്ടുവന്ന് വെക്കാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇനിയും ആളുകളെ പോലീസ് വെടിവെച്ച് കൊല്ലും, ഭീമാപ്പള്ളിയിലേതുപോലെ. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ കളമശ്ശേരി പോലെ ഇനിയും ബോംബുകൾ പൊട്ടും എന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാമോ എന്നാ എന്റെ ചോദ്യം. നിങ്ങൾ ഒരേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഞാനതിന് ഉത്തരം പറയട്ടെ. കേരളത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ പറയുന്ന പോലെ ഒറ്റപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്ത് മുസ്ലിം വിരുദ്ധരാണ് CPM എന്ന് സ്ഥാപിക്കാൻ താല്പര്യം ഉണ്ടാവും. ഞാൻ പറയുന്നത്, കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേരളത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചവർ ഇടതുപക്ഷമാണ്, CPM ആണ് എന്ന് മലയാളിയുടെ അനുഭവമാണ്. നിങ്ങൾ ഏതെങ്കിലും 1-2 സംഭവം വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വേട്ടയാടുന്നവരാണ് CPM എന്ന് പറഞ്ഞാൽ അതൊന്നും ആരും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ പോയിന്റ് ഇതാണ്. നിങ്ങൾ 2002 മാറാട് കലാപം കൊണ്ടുവരികയാണ്. നിങ്ങൾ 2002 മാറാട് കലാപം കൊണ്ടുവരുന്നു. അപ്പൊ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് മനുഷ്യർ കൊല്ലപ്പെട്ട കേസാണ് ഞാൻ പറയുന്നത്. അത് ആവർത്തിക്കപ്പെടുമെന്ന ഭയപ്പാട് ഈ പുതിയ തലമുറയ്ക്ക് ഉണ്ടാവണോ വേണ്ടയോ? നിങ്ങളുടെ കാര്യത്തിൽ മാത്രം പഴയതൊന്നും വേണ്ട, പഴയ മെമ്മറീസ് ഒന്നും വേണ്ട, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. മറ്റുള്ള കാര്യത്തിലാണെങ്കിൽ അവരുടെ ആരംഭകാലം മുതലുള്ളതെല്ലാം എടുത്തോണ്ട് വരും. അല്ല പ്രകാശ് മാഷെ, കേരളം മറന്ന ഒരു വേദനാജനകമായ അധ്യായമാണ് മാറാട് കലാപം. നിങ്ങൾ അത് എടുത്തോണ്ട് വരികയാണ്. 2002 നമ്മൾ അക്രമികളെ പാഠം പഠിപ്പിച്ചില്ലേ എന്ന് ഇപ്പോഴത്തെ ഗുജറാത്ത് ഇലക്ഷനിൽ അമിത്ഷാ ചോദിക്കുന്നത് പോലെ 2002 കലാപത്തിന്റെ മുറിവുകൾ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അമിത്ഷാ എടുത്തോണ്ട് വരും. അതുപോലെ നിങ്ങൾ 2002 മാറാട് കലാപത്തെ കൊണ്ടുവരികയാണ്. യാതൊരാവശ്യമില്ലാത്ത ഒന്ന്, ഒരാളും ഒരു പാർട്ടിയും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു സംഗതി എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഭീമാപ്പള്ളിയിലെ പോലെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലാൻ ഇതാ പിണറായി വിജയൻ വീണ്ടും വരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ അത് എവിടെ ചെന്ന് നിൽക്കും? ഇപ്പൊ അജിംസൈ, ഞാൻ സംസാരിച്ചതിനേക്കാൾ ഏറെ സമയം നിങ്ങൾ സംസാരിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞൊരു കാര്യം, മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് ഒരാളെ കൊല്ലുന്ന ഒരു സംഭവം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല പറയുന്നത്, സംഭവങ്ങളിൽ മരിച്ചവരെ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദുവോ എന്നൊക്കെ ഉണ്ടാവും. ഇവിടെ ഏത് സംഭവത്തിലും ഒരു സംഭവത്തിലും മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് അവരെ വേട്ടയാടി കളയാം എന്ന് ചിന്തിക്കുന്ന പാർട്ടിയല്ല CPM. ഞാൻ പോയിന്റാണ്, കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളായ 8 പേരെ ബോംബ് വെച്ച് കൊന്നത് നിങ്ങളുടെ ഭരണകാലത്താണ്. ഭീകരാക്രമണം, കേരളത്തെ നടുക്കിയ ഭീകരാക്രമണം, ഇന്ത്യയെ നടുക്കിയ ഭീകരാക്രമണം ഉണ്ടായി നിങ്ങളുടെ ഭരണകാലത്ത്. നിങ്ങൾ ആ പ്രതിക്ക്, അതിലെ പ്രധാന പ്രതിക്ക് UAP ഒഴിവാക്കി കൊടുത്ത സർക്കാരാണ്. നിങ്ങൾ ഇനിയും വന്നാൽ ഇനിയും ആളുകൾ ബോംബ് പൊട്ടിച്ചാവും എന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും നാളെ ഇറങ്ങി കവല തോറും പ്രസംഗിച്ചോട്ടെ. അതിന് നിങ്ങൾക്ക് തടസ്സമൊന്നുമില്ലേ എന്നാണ് എന്റെ ചോദ്യം. ജമാഅത്തെ ഇസ്ലാമി VD സതീശന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ? ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യം.